എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാഠത്തിൽ 3 ഫേസ് സിസ്റ്റത്തിൽ വയറുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ഫേസ് സീക്വൻസ് കണ്ടെത്താമെന്നും ചർച്ച ചെയ്യാൻ പോകുന്നു. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് 3 ഫേസ് 4 വയർ സിസ്റ്റത്തിലെ വയറുകളെ തിരിച്ചറിയാൻ കഴിയണം. 3 ഫേസ് സീക്വൻസ് മീറ്റർ ഉപയോഗിച്ച് ഫേസ് സീക്വൻസ് ബന്ധിപ്പിക്കുക. ടാസ്ക് 1: ഫേസ് ലൈൻ പരിശോധിക്കുക. ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ന്യൂട്രൽ തിരിച്ചറിയുക. പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 2 വിളക്കുകളുള്ള ഒരു ടെസ്റ്റ് ലാമ്പ് തയ്യാറാക്കുക. പരിശോധിക്കേണ്ട 3 ഫേസ് 4 വയർ സിസ്റ്റം തിരിച്ചറിയുക. 3 ഫേസ് ടെർമിനലുകൾക്ക് 1, 2, 3, 4 പേര് നൽകുക. ടെസ്റ്റ് ലാമ്പ് ടെർമിനലിന്റെ ഒരറ്റം 1-ലും മറ്റേ അറ്റം എർത്ത് പോയിന്റിലും സ്ഥാപിക്കുക. അതേ രീതിയിൽ ടെർമിനലുകൾ 2, 3, 4 എന്നിവയ്ക്കും എർത്ത് പോയിന്റും ഇടയിൽ ടെസ്റ്റ് ലാമ്പ് സ്ഥാപിക്കുക. വിളക്ക് തിളങ്ങാത്ത ടെർമിനലുകൾ അടയാളപ്പെടുത്തുക. ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്ന 3 ടെർമിനലുകളെ ഫേസ് ടെർമിനലുകൾ എന്ന് വിളിക്കുന്നു. ത്രീ ഫേസ് ടെർമിനലുകൾക്കും അടയാളപ്പെടുത്തിയ ന്യൂട്രൽ പോയിന്റിനും ഇടയിൽ സീരീസ് ടെസ്റ്റ് ലാമ്പുകൾ സ്ഥാപിക്കുക. ശ്രദ്ധിക്കുക, 230 വോൾട്ടുകളുടെ ഈ ഫേസ് വോൾട്ടേജുകൾ 2 സീരീസ് ലാമ്പുകൾ ഉണ്ടാക്കുന്നു. അത് 2 വിളക്കുകൾക്കായി 230 വിഭജിച്ചിരുന്നതിനാൽ മങ്ങിയേക്കാം. ടെസ്റ്റ് ലാമ്പുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുക ഏതെങ്കിലും 2 ഘട്ടം ടെർമിനലുകൾ ലൈൻ വോൾട്ടേജ് 415 വോൾട്ട് ആയതിനാൽ സീരീസ് ടെസ്റ്റ് ലാമ്പ് തിളങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. ഒരു മൾട്ടിമീറ്റർ എടുത്ത് 700 വോൾട്ട് വരെയുള്ള AC വോൾട്ടേജ് അളക്കാൻ സജ്ജീകരിച്ച 3 ഫേസ് ടെർമിനലുകൾക്കും ന്യൂട്രലും ഇടയിൽ പ്രോബുകൾ സ്ഥാപിക്കുക. റീഡിംഗുകൾ നോട്ട് ചെയ്യുക. അതേ രീതിയിൽ ലൈൻ അളക്കാൻ ഫേസ് ടെർമിനലുകൾക്കിടയിൽ പ്രോബുകൾ സ്ഥാപിക്കുക. വോൾട്ടേജുകൾ രേഖപ്പെടുത്തുക. ത്രീ ഫേസ് സിസ്റ്റത്തിൽ ഫേസ് സീക്വൻസ് ചർച്ച ചെയ്യാം. 3 ഫേസ് സിസ്റ്റത്തിൽ ഘട്ടം ശ്രേണിയെ RYB എന്ന് സൂചിപ്പിക്കുമ്പോൾ R ഘട്ടം ആദ്യം അതിൻ്റെ പോസിറ്റീവ് പീക്ക് മൂല്യം കൈവരിക്കുന്നു. Y ഘട്ടം 120 ഡിഗ്രിക്ക് ശേഷം അതിൻ്റെ പോസിറ്റീവ് പീക്ക് മൂല്യം കൈവരിക്കുന്നു. B ഘട്ടം 120 ഡിഗ്രിക്ക് ശേഷം അതിൻ്റെ പോസിറ്റീവ് പീക്ക് മൂല്യം കൈവരിക്കുന്നു. ഫേസ് സീക്വൻസ് മീറ്റർ ഡിസ്കിന്റെ ദിശ, ഭ്രമണവും വിതരണ സംവിധാനത്തിന്റെ ഘട്ടവും കാണിക്കുന്നു. ഡിസ്ക് ഘടികാരദിശയിൽ കറങ്ങുകയാണെങ്കിൽ ഘട്ടക്രമം RYB ആണ്. ഭ്രമണം എതിർ ഘടികാരദിശയിലാണെങ്കിൽ ഘട്ടങ്ങളിലൊന്ന് വിപരീത ദിശയിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അലൂമിനിയം ഡിസ്കിന്റെ എതിർ ഘടികാരദിശയിലുള്ള ദിശ റിവേഴ്സ് ഫേസ് സീക്വൻസ് ആണ്. ഒരു ഫേസ് സീക്വൻസ് മീറ്റർ ഉപയോഗിച്ച് 3 ഫേസ് 4 വയർ സിസ്റ്റത്തിലെ ഫേസ് സീക്വൻസ് തിരിച്ചറിയുക. സ്റ്റെപ്പ് 1: ബന്ധിപ്പിച്ചിരിക്കുന്ന ഡിസ്ക് ടൈപ്പ് ഫേസ് സീക്വൻസ് മീറ്ററിൽ ശരിയായ ക്രമത്തിൽ 3 ഫേസ് സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിക്കുക. ഫേസ് സീക്വൻസ് മീറ്ററിന്റെ RYB ലീഡുകൾ ബന്ധിപ്പിക്കുന്നത് പോലെ യഥാക്രമം RYB എന്നീ 3 ഫേസ് സീക്വൻസിലേക്ക്. 3 ഫേസ് പവർ സപ്ലൈ ഓണാക്കുക. ഡിസ്കിന്റെ ഭ്രമണദിശ നിരീക്ഷിച്ച് അത് ഘടികാരദിശയിൽ കറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. 3 ഫേസ് സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. 2 ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പരസ്പരം മാറ്റി വൈദ്യുതി വിതരണം ഓണാക്കുക. ഘട്ടക്രമ സൂചകത്തിന്റെ ദിശ നിരീക്ഷിക്കുക. ഘട്ടം ക്രമമില്ലാത്തതിനാൽ ഈ സമയം നിങ്ങൾക്ക് എതിർ ഘടികാരദിശയിൽ ഡിസ്കിന്റെ ഭ്രമണദിശ നിരീക്ഷിക്കാവുന്നതാണ്. വൈദ്യുതി വിതരണം ഓഫ് ചെയ്യുക. ശ്രദ്ധിക്കുക, 3 ഫേസ് സിസ്റ്റത്തിന്റെ ഏത് ടെർമിനലുകളിലേക്കും നിങ്ങൾക്ക് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററിന്റെ ഏത് ലീഡുകളും ബന്ധിപ്പിക്കാൻ കഴിയും. ഘട്ടം ക്രമം
RYBL ആണെങ്കിൽ ഡിസ്ക് ഘടികാര ദിശയിൽ കറങ്ങും. ഘട്ടം ക്രമത്തിലല്ലെങ്കിൽ ഡിസ്ക് എതിർ ഘടികാര ദിശയിൽ കറങ്ങും. ഒരു ഡിജിറ്റൽ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ എടുത്ത് സീക്വൻസ് RYB എന്നിവയിലേക്ക് 3 ഫേസ് സിസ്റ്റത്തിലെ ലീഡുകൾ ബന്ധിപ്പിക്കുക. പവർ സപ്ലൈ ഓണാക്കുക. ഇൻഡിക്കേറ്റർ ലൈറ്റ് CW ഘടികാര ദിശയിൽ പ്രകാശിക്കുന്നത് നിരീക്ഷിക്കുക. പവർ സപ്ലൈ ഓഫ് ആക്കുക. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ലീഡിലെ ഏതെങ്കിലും രണ്ടെണ്ണം പരസ്പരം തിരിക്കുക. പവർ സപ്ലൈ ഓൺ ആക്കുക. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ കൗണ്ടർ ഘടികാര ദിശയിൽ ലൈറ്റ് തെളിയുന്നത് നിരീക്ഷിക്കുക. ഫ്യൂസുകൾ. ഒരു ഫ്യൂസ് ഒരു സുരക്ഷാ അനുബന്ധമാണ്. അത് സർക്യൂട്ടുമായി പരമ്പരയിൽ ബന്ധിപ്പിച്ച് അധിക കറണ്ട് ഒഴുകുമ്പോൾ വൈദ്യുത ഉപകരണങ്ങളും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വിവിധതരം ഫ്യൂസുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കിറ്റ്കാറ്റ് ഫ്യൂസുകൾ. ഈ ഫ്യൂസ് ഒരു പോർസലൈൻ ബേസ് ഉൾക്കൊള്ളുന്നു. ഇൻകമിംഗ് ഔട്ട്ഗോയിങ് കേബിളുകൾ ബന്ധിപ്പിക്കുന്നതിന് 2 നിശ്ചിത കോണ്ടാക്റ്റുകൾ ഉണ്ട്. അടിസ്ഥാന ടെർമിനലുകളിൽ ലൈനും ലോഡ് വയറും ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ കാരിയർ ഒരു ഫ്യൂസ് നൽകുന്നു. അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു, പക്ഷേ കാരിയർ നീക്കം ചെയ്യാവുന്നതാണ്. ഇരുമ്പ് പൊതിഞ്ഞ ഫ്യൂസ് കട്ടൗട്ടുകൾ. ഇവ കിറ്റ്കാറ്റ് ഫ്യൂസുകളാണ്. ഒരു ഇരുമ്പ് കവർ ലെഡ് സീൽ ഉപയോഗിച്ച് അടച്ച് സീൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് പവർ സപ്ലൈയുടെ ഇൻകമിംഗ് വശത്ത് ഉപയോഗിക്കുകയും നിശ്ചിത കറണ്ട് കപ്പാസിറ്റിക്ക് അപ്പുറം ലൈൻ ലോഡ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സപ്ലൈ അധികാരികൾ സീൽ ചെയ്യുകയും ചെയ്യുന്നു. ഹൈ റിപ്ചർ കപ്പാസിറ്റിയുള്ള ഫ്യൂസ്. ഇതിൽ മെറ്റൽ എൻകാപ്പോട് കൂടിയ ഹീറ്റ് റെസിസ്റ്റൻസ് ബോഡി ഉണ്ടാകും. അതിലേക്ക് സിൽവർ കറണ്ട് ക്യാരിങ് എലമെന്റ് വെൽഡ് ചെയ്തിട്ടുണ്ടാകും. എലമെന്റിന് ചുറ്റുമുള്ള ഇടം ഫില്ലിംഗ് പൗഡർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗ്ലാസ് ഫ്യൂസുകൾ. വീട്ടു ഉപകരണങ്ങളും ഉപഭോക്തൃ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സംരക്ഷിക്കാൻ ഗ്ലാസും ഫ്യൂസും പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചെറുതാകുമ്പോൾ സർക്യൂട്ടുകളും ഘടകങ്ങളും കൂടുതൽ അതിലോലമായതും എളുപ്പത്തിൽ കേടുപാടുകൾ സംഭവിക്കാവുന്നതുമാണ്. ഫ്യൂസുകൾ അവയുടെ കൃത്യത, ചെറിയ വലിപ്പം, വിശ്വാസ്യത എന്നിവ കാരണം സംരക്ഷണത്തിന്റെ മുൻഗണന രീതിയിലാണ്. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എല്ലാം ഫ്യൂസുകൾ മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനും MCBകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ ന്യൂട്രൽ തിരിച്ചറിയാനും ഒരു ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് 3 ഫേസ് സിസ്റ്റത്തിൽ ഫേസ് സീക്വൻസ് കണ്ടെത്താനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.